പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൂഗിൾ ടിവിയിൽ എങ്ങനെ നമ്മുടെ ഫോണിൽ നിന്നും ഫോട്ടോസ് വീഡിയോസ് സെൻഡ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമ്മളുടെ ടി വി, അതായത് ഗൂഗിൾ ടി വി ആദ്യം ഒരു വൈഫൈ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്ക് വേറൊരു വൈഫൈ ഡിവൈസിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള തന്നെ വേറൊരു ഫോണിലോ നിങ്ങൾക്ക് വൈഫൈ ഡിവൈസുമായിട്ട് ഞാൻ ഇപ്പം കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മറ്റൊരു ഫോണുമായിട്ട് ടി വി ഒരു വൈഫൈ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടി വിയിൽ ഒരു 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ആപ്സ് ഇപ്പോൾ മുമ്പ് തന്നെ അതിൽ സെർച്ച് എന്നുള്ള ഓപ്ഷനുണ്ട്. അതിൽ കയറി തന്നെ നിങ്ങൾക്ക് ഒരു 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ നമുക്ക് സെൻഡ് ഫയൽസ് എന്ന് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് കണ്ടില്ലേ, ഫസ്റ്റ് വന്നിട്ടുള്ളൊരു ആപ്ലിക്കേഷന് സെൻഡ് ഫയൽസ് ടു ടി വി എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഞാൻ ഇതിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഓപ്പൺ കാണിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ഫയൽ മാനേജർ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ കൂടി ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഫയൽ മാനേജർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഒരു ആപ്സാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിന് ഓൾറെഡി ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പോൾ 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ടി വിയുടെ തന്നെ ഹോം പേജിലോട്ട് പോവുക. അതിൽ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫസ്റ്റത്തെ ആപ്പ് ഉണ്ടല്ലോ, സെൻഡ് ഫയൽസ് ടു ടി വി എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട് സെൻഡ് റിസീവ് എന്നുള്ളൊരു ഓപ്ഷൻ. അത് നമ്മൾ റിസീവാണ് ചെയ്യേണ്ടത്. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, റിസീവ് എന്നുള്ളൊരു ഓപ്ഷനിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണിക്കും നോ ഫയൽസ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി നിങ്ങൾ ഏത് ഫോണിലാണ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോണിലും ജസ്റ്റ് വൈഫൈ ഒന്ന് കണക്ട് ചെയ്യുക. നേരത്തെ നിങ്ങൾ ടി വി കണക്ട് ചെയ്തിരിക്കുന്ന ആ വൈഫൈ ഡിവൈസിലോട്ട് തന്നെ ആ ഫോണും കണക്ട് ചെയ്യുക. അതായത് നമുക്ക് ഒരു ഡിവൈസിൽ തന്നെ ടി വിയും മൊബൈലും കണക്ട് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ കയറി തന്നെ നിങ്ങളുടെ ടി വിയിൽ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത ആ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഫയൽ സെൻഡ് ടു ടി വി എന്നുള്ളൊരു ആപ്ലിക്കേഷൻ മൊബൈലിലും ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾക്ക് സെൻഡ് റിസീവ് എന്നുള്ളൊരു ഓപ്ഷൻ ആ മൊബൈലിലും കാണിക്കും. അപ്പോൾ നമ്മളുടെ മൊബൈലിൽ നിന്നാണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പം അതിൽ തന്നെ സെൻഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ഏത് ഫയലാണ്, ഇപ്പം ഏത് വീഡിയോസാണോ അല്ലെങ്കിൽ ഫോട്ടോസാണ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ടി വി ഡിവൈസ് അതിൽ കാണിക്കും. കണ്ടില്ലേ, എത്രയും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫയൽസ് സെൻഡ് ആയിട്ടുണ്ട്. ഇപ്പം ടി വിയിൽ കാണാൻ പറ്റും. ആ ഒരു ഫയൽസ് നിങ്ങളുടെ ടി വിയിൽ തന്നെ റിസീവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സെൻഡ് ചെയ്ത ഫയൽസ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നിങ്ങൾക്കൊന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാമത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ മാനേജർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ കുറച്ച് ഫോൾഡർ പോലെയൊക്കെ കാണാൻ പറ്റും. അതിൽ തന്നെ വീഡിയോസ് എന്നുള്ളൊരു ഫോൾഡർ കണ്ടില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഡൗൺലോഡ് ഇപ്പം നിങ്ങൾ റിസീവ് ചെയ്ത ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം തന്നെ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കാണാം. പിന്നെ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ MX പ്ലെയർ ഓപ്പൺ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫയൽ അതുവഴി തന്നെ കാണാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, പിന്നെ അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ബാക്ക് അടിച്ച് നിങ്ങൾക്ക് നോർമൽ ഹോം പേജിലോട്ട് തന്നെ പോകാം. ഇനി നിങ്ങൾ ഈ ഒരു റിസീവ് ചെയ്ത ഫയൽ തന്നെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫയൽ മാനേജർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു
വീഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലേ ചെയ്യേണ്ട, ആ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് താഴെയായിട്ട് തന്നെ ഷെയർ, ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ ആ ഡിലീറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷൻ വരും. അതിൽ പെർമനൻറ്റ് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ റിസീവ് ചെയ്ത ഫയൽ നിങ്ങൾക്ക് ഡിലീറ്റ് ആവുന്നതാണ്. കണ്ടില്ലേ, ഇപ്പം വീഡിയോസിനകത്തിന് ആ ഫയൽ ഡിലീറ്റ് ആയി പോയിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മൊബൈലിൽ നിന്നും ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോസ്, ഫോട്ടോസൊക്കെ നിങ്ങളുടെ ഗൂഗിൾ ടിവിയിലോട്ട് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.